It's me TP Shamim. Welcome to all to Shamim Sparks. Shamim Sparks in the മറ്റൊരു സ്പോക്കൺ ഹിന്ദി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു രണ്ട് വേർബുകൾ കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ ഒരു ഉത്തരം കിട്ടുന്ന രൂപത്തിൽ അഥവാ കോമ്പൗണ്ട് വേർബ്സ് എന്ന് പഠിച്ചിരുന്നു. ഇനി നമ്മൾ ടു വേർഡ് വേർബ്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് പഠിക്കുന്നത്. രണ്ട് വാക്കുകൾ കൊണ്ട് ഒരു പ്രവൃത്തിയെ ലഭിക്കുക അഥവാ നമ്മുടെ ചില നൗണുകൾ നാമം. ഇപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ് അല്ലേ? വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം. വെള്ളം നനയ്ക്കുക എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പറയുക? അതേപോലെയുള്ള ചില നൗണുകളെ പ്രവൃത്തിയാക്കാൻ വേണ്ടിയിട്ട് രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അതുണ്ടാക്കുന്നത്. അപ്പോൾ ഓക്സിലറി വേർബ് പോലത്തെ ചില വേർബുകളുടെ സഹായത്താലാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്തരം ചില വാക്കുകളും അതിൻ്റെ മീനിങ്ങുമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് മനസ്സിലാക്കി അത് നമ്മുടെ സംസാരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സഫർ കർണ. സഫർ കർണ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുക എന്നാണ് അർത്ഥം. സഫർ കർണ യാത്ര ചെയ്യാൻ എന്ന് പറയും. കർണ എന്ന് പറയുമ്പോൾ ചെയ്യാൻ എന്നാണ് പറയുക. സഫായി കർണ എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ, വൃത്തിയാക്കാൻ. ഭാത് കർണ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ. കർണ എന്ന് പറയുന്നത് ഇവിടെ ഈ കർണ എന്നുള്ളൊരു പ്രവൃത്തി ഈ ഭാത് എന്നുള്ള നാമത്തിനോടൊപ്പമാണ് വരുന്നത്. ഇത് സഫായി, സഫർ ഇതൊക്കെ എന്താണ്? സഫർ എന്ന് പറഞ്ഞാൽ യാത്രയാണ്, അതൊരു നാമമാണ്. ആ നാമത്തിനോടൊപ്പം ഒരു പ്രവൃത്തി. നമ്മൾ നേരത്തെ പഠിച്ചത് പ്രവൃത്തിയും കൂട്ടി യോജിപ്പിക്കുന്നതാണ്. ഇത് നാമത്തിനോടൊപ്പം ആ നാമത്തിന് എങ്ങനെയാണ് നമുക്ക് പ്രവൃത്തി ഉണ്ടാക്കാൻ പറ്റുക? ആ നാമത്തിനോടൊപ്പം ഒരു പ്രവൃത്തി കൂട്ടിച്ചേർക്കുമ്പോഴാണ് ആ നാമത്തിന് പ്രവൃത്തിയാകുന്നത്. വെള്ളം എന്നുള്ള സാധനം വെള്ളം നനക്കുക എന്നാക്കാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കുന്നത് പോലെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാത്ത് എന്ന് പറഞ്ഞാൽ മാറ്റർ അല്ലെങ്കിൽ സംസാരം. കർണ ഉപയോഗിക്കുമ്പോൾ സംസാരിക്കുക, സംസാരിക്കാൻ എന്നുള്ള ഒരു പ്രവൃത്തിയായിട്ട് മാറുകയാണ്. അതേപോലെ നമ്മുടെ മറ്റൊരു ഇതാണ് പിന്നെ ഇന്തിസാർ കർണ. ഇന്തിസാർ കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരിക്കുക, കാത്തിരിക്കാൻ എന്നാണ് അർത്ഥം വരുന്നത്. അതേപോലെ പ്യാർ കർണ സ്നേഹിക്കാൻ, പസന്ത് കർ ഇഷ്ടപ്പെടാൻ, അതേപോലെ ഗരം കർണ ചൂടാക്കാൻ, കിലാടി കർണ കിലായി കർണ അതായത് നമ്മുടെ നൂൽക്കാൻ, കോഷിഷ് കർണ ശ്രമിക്കാൻ, ഫോൺ കർണ ഫോൺ വിളിക്കാൻ, നഫ്രത്ത് കർണ വെറുക്കാൻ, അതേപോലെ തന്നെ ആവാസ് ലഗാന വിളിക്കാൻ, നാറാസ് ഹോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപിതനാകാൻ അതായത് ദേഷ്യപ്പെടാൻ, ബീമാർ ഹോന എന്ന് പറഞ്ഞാൽ അസുഖമുണ്ടാകാൻ, അതേപോലെ പെഹ്ചാൻ കർണ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാൻ, ജവാബ് ദേന മറുപടി പറയാൻ, ഭൂൽ ജാന മറന്നു പോകാൻ, ജൂട്ട് ബോൽന കള്ളം പറയാൻ, ഖാന പഖാന എന്ന് പറഞ്ഞാൽ ഭക്ഷണം പാചകം ചെയ്യാൻ, ഖാന പഖാന എന്ന് പറഞ്ഞാൽ പാചകം ചെയ്യാൻ, ബറഫ് പഡ്ന അതായത് വളരെ മഞ്ഞ് ഉണ്ടാകാൻ, വിദ്വേഷ് കർണ അതായത് അസൂയ ഉണ്ടാകാൻ, ദർദ് ഹോന അതായത് പേടിക്കാൻ, ഷാദി കർണ കല്യാണം കഴിക്കാൻ, വാദാ കർണ പ്രോമിസ് ചെയ്യാൻ, കസം കിലാന എന്ന് പറഞ്ഞാൽ സ്വയർ പ്രതിജ്ഞ ചെയ്യുക, അതേപോലെ പ്രസ് കർണ പ്രസ് ചെയ്യുക, ബാരിഷ് ഹോന മഴ പെയ്യാൻ, ഗാഡി ചലാന വണ്ടി ഓടിക്കാൻ, അതേപോലെ മാർ ഡാൽന കൊല്ലാൻ, സ്തുതിത് കർണ പ്രാർത്ഥിക്കാൻ, അതേപോലെ ബന്ദ് കർണ അടക്കാൻ, ക്ലോസ് ചെയ്യാൻ. അപ്പോൾ ഇത്തരം വാക്കുകൾ നമ്മൾ ബൈഹാർട്ട് പഠിക്കൽ നിർബന്ധമാണ്. ഇത് സെൻറ്റൻസിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ചെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചു. എല്ലാ സെൻറ്റൻസിൻ്റെ ക്രിയകളും അതിൻ്റെ പ്രവൃത്തി എങ്ങനെയാണ് പോകുന്നത് വരുന്നത് അതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യുക? എല്ലാത്തിലും ഉപയോഗിച്ചിട്ട് അതിനെ നല്ല നല്ല സെൻറ്റൻസുകൾ കൊണ്ടാന്ന് ആ ഭാഷയെ ആലങ്കാരികമായിട്ട് കുറച്ച് ഭംഗിയും മനോഹരമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വാക്കുകളെന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എനിവേ നിങ്ങളെല്ലാവർക്കും മനസ്സിലായി എന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്ത
പുതിയ ഒരു ചാപ്റ്ററുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.